മകളെ, എന്താ ഇതൊക്കെ? അതൊക്കെ ഇവൻ പറയും. കണ്ടില്ല അങ്ങളെ, ഇവര് എന്നെ ആകെ തിരിച്ചിരിക്കുക. അങ്ങളെ ഞാൻ എന്തെങ്കിലും ചെയ്തായിരുന്നോ? സുരക്ഷിതമായിട്ട് ഞാനിവിടെ കൊണ്ട് വിട്ടതല്ലേ? എന്നിട്ടും ഇവരെന്നെ ഒരുപാട് തല്ലി. ഞാൻ എന്ത് തെറ്റാ അങ്ങളെ ചെയ്തു? അങ്ങളുടെ മകളെ സ്നേഹിച്ചെന്നൊരു തെറ്റല്ലേ ഞാൻ ചെയ്തോളൂ. സ്നേഹിക്കുന്നത് ഒരു തെറ്റാണ്. സാരമില്ല, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പ്രിയ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കാം. കണ്ടില്ലേ ഇവരെന്തൊക്കെയാ ചെയ്തെന്ന്? ഞാനീ അനുഭവിക്കുന്നതെല്ലാം നിനക്ക് വേണ്ടിയാ. നിന്റെ സ്നേഹത്തിന് വേണ്ടിയാ. നിനക്കിത് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തുറന്നു പറ. ഇവരോട് പറ. ഇവരാരും നമ്മളൊന്നും ചെയ്യില്ല. നിന്റെ സമ്മതം ഒരു വാക്ക് മാത്രം മതി. പറ, ആ ഒരു വാക്ക് മാത്രം മതി. നിർത്ത. ഈ പാവം മനുഷ്യന്റെ കർണത്തടിക്കുമെന്ന് നീ ഓർത്തില്ല. ഇതെന്റെ ഏട്ടത്തിയുടെ അച്ഛനാണെന്ന്. വേണ്ട മക്കളെ, ഇനി ഇവിടെ വെച്ചൊന്നും ചെയ്യണ്ട. അയ്യോ, ഞാനൊന്നും മറന്നതല്ല. നിങ്ങളെ എല്ലാവരെയും ഓർത്തിട്ട് തന്നെയാ ഞാനിത് ചെയ്തത്. അങ്ങളോട് ചോദിച്ചു നോക്ക്, ഞാൻ എത്ര സ്നേഹത്തോടെയാ അങ്കിളിനോട് പെരുമാറിയെന്ന് അല്ലേ? ഞാൻ ഞങ്ങളുടെ കാല് പിടിച്ചു അല്ലേ? യാചിച്ചു. പ്രിയ എനിക്ക് തരാൻ ഞാൻ എത്ര വട്ടം യാചിച്ചു അങ്കിളിനോട്. കേട്ടോ കേട്ടില്ലല്ലോ? വാശി. എന്നോടെന്തിനാ അങ്കിളെ വാശി? എന്തിന്? പറ അങ്കിളെ. അങ്കിളിനോട് വാശി പിടിച്ചോണ്ടല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അല്ലേ? നേർക്ക് നേരുള്ള യുദ്ധത്തിൽ പോലും നിയമങ്ങളുണ്ട്. നീ എന്താ ചെയ്തത്? നിന്നോട് പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്ത ഈ പാവത്തിന്റെ കരണത്തടിച്ചില്ലേ നീ? എനിക്ക് ഈ ദ്രോഹിയെ കാണണ്ട. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുവനെ. മോളെ, നീ ഒന്ന് പറ, എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു. നീ ഒന്ന് പറ. ഇവരെ പേടിച്ചിട്ടാണോ? നീ ഇവരൊന്നും പേടിക്കണ്ട. ആരെതിർത്താലും നമ്മുടെ കല്യാണം നടക്കും. മിണ്ടി പോരുത് താൻ.
പോലൊരു ദുഷ്ടനെ കുറച്ചു കാലം സ്നേഹിച്ചു എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരില് നീ എന്നെ ഉപദ്രവിച്ചു, എന്റെ കുടുംബത്തെ ദ്രോഹിച്ചു. ഇപ്പോ എന്റെ അച്ഛനെ പോലും താൻ ഉപദ്രവിച്ചു. ഏട്ടാ, ഇവനെ വെറുതെ വിടരുത്. പ്രിയേ, നീ എന്തൊക്കെയായി പറയുന്നു? ഇത്രയ്ക്ക് നിസ്സാരമാണോ നിനക്ക് നമ്മൾ തമ്മിലുള്ള സ്നേഹം? എന്നെക്കുറിച്ച് നിനക്ക് അറിയില്ലേ പ്രിയ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്റെ തലയിൽ ഇടുത്തി വീഴണം നശിച്ചവനെ. ഈ ജന്മത്തെ ഞങ്ങളുടെ മോളെ നിനക്ക് കെട്ടിച്ചു തരില്ല. ദേ, ഇനി എന്റെ മോളുടെ പിന്നാലെ വന്ന നിന്നെ ഞാൻ കൊല്ലും. അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത്? നമ്മൾ തമ്മിൽ എന്തൊക്കെ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചതാ. അതൊന്നും ഓർമ്മയില്ലേ അമ്മേ? അമ്മേ, പണ്ട് ഞാൻ ഈ വീട്ടിൽ വരുമ്പോ എന്നെ സൽക്കരിച്ചിരുന്നത്, എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിരുന്നത്, അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു അമ്മ. നിർത്തടാ. ഈ കുടുംബത്ത് കയറി കളിച്ച നിനക്കതിന്റെ ശിക്ഷ കിട്ടണം. അങ്ങളെ, അന്യർക്ക് സ്വന്തമായതൊന്നും നമ്മൾ കയ്യിൽ വെച്ച് അനുഭവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്കിളിന് ഇവൻ തന്നത് എന്താണെന്ന് വെച്ചാ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. നമുക്കത് വേണ്ട. അടിച്ചവന്റെ ചെകിട് പൊളിക്കങ്ങളെ. ഞാൻ അങ്ങളുടെ മരുമാനാണ്ടവനാ. അത് കാലക്കി അങ്കിള്. തീർന്നില്ല. അങ്കിളിന്റെ ദേഹത്തോട്ടന് നീ മാപ്പ് പറയണം. ഞാൻ മാപ്പ് പറയാനോ? അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ രണ്ടുപേരും അല്ലേ എന്നെ ഉപദ്രവിച്ചത്? ഇപ്പോ എന്റെ പ്രിയയുടെ അച്ഛനും എന്നെ അടിച്ചു. ഇതെല്ലാം ഞാൻ സഹിക്കുന്ന എന്തിനാണെന്നറിയോ? എല്ലാം എന്റെ പ്രിയമോക്ക് വേണ്ടി. നിങ്ങളിൽ എന്നെ കൊന്നാലും ശരി, എന്റെ പ്രിയ ഞാൻ മറക്കത്തില്ല. പ്രിയ എന്നെ മറക്കില്ല. അല്ല, എന്റെ പ്രിയയുടെ അച്ഛനോട് ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത്? അല്ലേ അച്ഛാ? എന്നോട് സ്നേഹമല്ലേ? പറയണ മാപ്പ്. ഇനി ഒരു അക്ഷരം മിണ്ടിയ ഇവരുടെ മുമ്പിലിട്ട് നിന്നെ ഇഞ്ച ചതക്കി പോലെ ഞാൻ ചതയ്ക്കും. അത് നേരത്തെ തന്ന പോലെ ആയിരിക്കില്ല. മര്യാദയ്ക്ക് മാപ്പ് പറയണ അങ്ങോട്ട്. വേണ്ട മോനെ, മാപ്പൊന്നും പറയണ്ട. ഇനി ഇവനെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. നീ ഇവിടെ കിടന്ന് ഇത്രയും ഷോ കാണിച്ചിട്ടും നിന്നെ ഞങ്ങളൊന്നും ചെയ്യാത്തതേ അങ്കിള് പറഞ്ഞുകൊണ്ട് മാത്രമാ. ഇനി ഒരിക്കൽ കൂടി ഈ കുടുംബത്ത് കയറി കളിച്ചാൽ തീർത്ത് കളയും തന്നെ ഞാൻ. ശിവ, കൊണ്ടുപോടാ ഇവനെ.
പ്രിയ, ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നടക്കണം. ഞാൻ തിരിച്ചു വരും. നടക്കണം. ഞാൻ തിരിച്ചു വരും പ്രിയ. നീ തിരിച്ചു വരും. എന്നെ ഞാനിന്ന് മുകളിലോട്ട് അയക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. മോനെ, ഈ കുടുംബത്തിന് വേണ്ടി മോൻ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതാവസാനം വരെ ഞങ്ങൾ മറക്കില്ല. മോനുള്ളത് കൊണ്ടാ ഇവൾക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ അവൻ എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്തേനെ. പേടിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. വെരി ഗുഡ്. ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ മൈ സൺ. അവനെ അങ്ങനെ തന്നെ ചെയ്യണം. രണ്ടും കൂടി ഇവിടുന്ന് മുങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അവനെ എന്റെ കൈ കെട്ടിയ ഞാൻ തന്നെ കൊന്നനെ. ഈഡിയറ്റ്. നിങ്ങളോട് എനിക്ക് എന്ത് നന്ദിവാക്ക് പറയണമെന്ന് എനിക്കറിയില്ല ഹിറ്റ്ലർ. ക്ഷണിക്കപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴല്ല, മുൻപും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഏടത്തി എന്തൊക്കെയാ പറയുന്നത്? ഏടത്തിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരാ? അമ്മായിയച്ഛനല്ലേ? അദ്ദേഹത്തെ തൊട്ടാ പിന്നെ ഞങ്ങളെന്താ നോക്കി നിൽക്കൂ? ഈ കല്യാണം എന്റെ തീരുമാനം. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരായാലും എന്റെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കും. നിന്റെ അച്ഛനെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യം തന്നെയാ. എന്നാലും ഉള്ളിലുള്ള സ്നേഹം അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ. അതെ, ഇനി ഇതിന്റെ പേരിലൂടെ ചർച്ചയൊന്നും വേണ്ട. നിന്റെ അച്ഛന് കിട്ടിയ അടി അദ്ദേഹത്തെ കൊണ്ട് തന്നെ തിരിച്ചു കൊടുപ്പിച്ചിട്ടുണ്ട്. പോരെ, ഇനി കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. അമ്മേ, ഈ കല്യാണം മാത്രമല്ല, ഓണവും നമുക്ക് അടിച്ചു പൊളിക്കണം. എടാ ബേട്ടാ, അതൊരു പ്ലാൻ എന്റെ കയ്യിലുണ്ടടാ. ഇത്തവണത്തെ ഓണം നമ്മൾ പൊളി. അതാണ്. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ ഏട്ടത്തിയോടും കുടുംബത്തോടും വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അല്ലേ ഏട്ടത്തി? എനിക്കറിയില്ല ബേട്ടി. ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റാർ സിനിമ കാണുന്നത് പോലെയാ. ചിലപ്പോ നല്ല മാസ് ഡയലോഗ് ഉണ്ടാവും, ചിലപ്പോ നല്ല ഫൈറ്റ് ഉണ്ടാവും, ചിലപ്പോ നല്ല റൊമാൻസ് ഉണ്ടാവും, ചിലപ്പോ ഹീറോയും ഹീറോയിനും ഡൈവോഴ്സ് ആകുന്നു എന്ന് വരെ നമുക്ക് തോന്നും. പക്ഷേ ക്ലൈമാക്സിൽ അവരൊന്നിക്കും. നിന്റെ ലൈഫിലും അത് തന്നെ സംഭവിക്കും. എന്റെ സൺ നിന്നെ ലവ് ചെയ്യും. ഐ ആം ഷുവർ. കമോൺ ബേട്ടി, കമോൺ, വാ. അന്നേ അമ്മ പറയട്ടെ, വാ. ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഇവൾക്ക് എന്തു പറ്റി? ഇവളെപ്പോഴാ സ്വാമിയായത്? ഓം ഹ്രീം താരേ ഗൗരി ഭഗവാനെ, മമ
ഇനി അംബിക ചിറ്റകളുടെ ദേഹത്തെങ്ങാനും കയറിയതാണോ? കുരു കുരു സ്വാഹ. മമ ഭാഗ്യം കുരു കുരു സ്വാഹ. താരെ ഓം എടീ, ഹ്രീം താരേ. താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. താരെ എടീ, നീ എന്തായി കാണിക്കുന്നേ? ഓം ഹ്രീം താരേ ഗൗരി പാർവതി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഗുരുവോ? എന്തുവാടി ഇത്? മിണ്ടരുത്. ഞാൻ നിങ്ങളെ വശീകരിക്കാൻ പോവാ. അതിനെന്തിനാ വശീകരിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ നിന്റെ വശീകരണത്തിലെന്നാ എല്ലാരും പറയുന്നത്. ഇതല്ല, വേറൊരു പെണ്ണിന്റെയും നിഴല് പോലും നിങ്ങളുടെ മേൽ വീഴാതിരിക്കാനുള്ള മോഹന ഗൗരി മന്ത്രം. എടി, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയടി? ജ്യോതി പറഞ്ഞു തന്നതാ. അവളെ DK വശീകരിച്ചത് ഈ മന്ത്രം കൊണ്ടാ. ഓ, ഇരിക്കിവിടെ. ഓം ഹ്രീം താരേ പാർവതി ഗൗരി മമ ഭാഗ്യം കുരു കുരു സ്വാഹ. ഓം ഹ്രീം ഭൂം. ഏതൊരക്കത്തിലും നിങ്ങൾ എന്നെ മാത്രമേ ഓർക്കാവൂ. ഓം ഹ്രീം ഭൂം. ദൈവമേ, ദേ ബോധം കേട്ടോ. ഗോകുൽ 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 എഴുന്നേക്ക്. ഗോകുൽ ഗോകുൽ. അയ്യോ, അതിനിടയ്ക്ക് വശീകരണ മന്ത്രം ഫലിച്ചോ? ഗോകുൽ ഗോകുൽ ഗോകുൽ. ഓം ഹ്രീം. ഇനി എന്തിനാണോ ഈ വിളി? ഹലോ, നിനക്കിപ്പോ സന്തോഷമായല്ലോ അല്ലേ? മനസ്സിലായില്ലല്ലേ? നിന്റെ DK അനിയനും കൂടി എന്നെ കൊല്ലാക്കൊല ചെയ്തപ്പോ നിനക്ക് സന്തോഷമായോന്ന്? ഇത് ചോദിക്കാനാണോ ഇപ്പൊ വിളിച്ചത്? അല്ല, ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാ. അവനെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ DK SKയും എനിക്ക് തന്നതൊക്കെ കണക്ക് തീർത്ത് ഞാൻ തിരിച്ചു കൊടുക്കും ഒരു ദിവസം. അതെ, കിട്ടിയെങ്കിൽ കണക്കായിപ്പോയി. നിങ്ങളുടെ കയ്യിലിരിപ്പിനെ ഇതല്ല കിട്ടേണ്ടത്. ആ ജ്യോതിയുടെ പാവപ്പെട്ട അച്ഛനെ എന്തിനാ നിങ്ങൾ തല്ലിയത്? നിങ്ങളല്ലാതെ ആരെങ്കിലും ലോകത്ത് അദ്ദേഹത്തെ പോലെ പ്രായമുള്ളൊരു മനുഷ്യനെ ഉപദ്രവിക്കൂ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഇനിയും പിന്നാലെ നടന്ന കല്യാണം മുടക്കാനോ ഇപ്പോ കിട്ടിയതിന് SKയോടും DKയോടും പ്രതികാരം ചെയ്യാനോ ശ്രമിക്കുകയോ ചെയ്ത ഏട്ടനെ തല്ലിയെന്ന് ചീത്തപ്പേര് കൂടി എനിക്ക് കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞേക്കാം. ഓഹോ, നീ അത്രയ്ക്ക് വളർന്നു. എന്നാ കേട്ടോ, ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ DK ഉപദ്രവിക്കും.